ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം പിറന്നു വീഴുന്നത് വലിയൊരു ഗിഫ്റ്റുമായിട്ടാണ്. നമ്മുടെ സൃഷ്ടികർത്താവ് വലിയൊരു ഗിഫ്റ്റ് നൽകിയാണ് നമ്മുടെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ് ആ ഗിഫ്റ്റ്? അനന്ത സാധ്യതകളുള്ള മസ്തിഷ്കം, നമ്മുടെ ബ്രെയിൻ. അത് ആര് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുവോ അവരാണ് ഏറ്റവും വലിയ വിജയികളായി മാറുന്നത്. നമ്മുടെ ബ്രെയിന് അഥവാ മസ്തിഷ്കം ഉപയോഗിക്കാതിരുന്നാൽ, എപ്രകാരമാണോ ഒരു യന്ത്രം ഉപയോഗിക്കാതിരുന്നാൽ ക്ലാവ് പിടിച്ച് നശിക്കുന്നത്, അതുപോലെ ക്ലാവ് പിടിച്ച് തുരുമ്പെടുത്ത് നശിച്ചു പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ജന്മനാൽ കിട്ടിയ ഈ വലിയ സമ്മാനം ഫലവത്തായി ഉപയോഗിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമന്ത്രിമാരെ കുറിച്ച്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ പ്രധാനമന്ത്രിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി. 2 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു. ആദ്യ ക്ലാസ്സിൽ ജവഹർലാൽ നെഹ്റുവിനെയും ലാൽ ബഹദൂർ ശാസ്ത്രിയെയും കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായിയും കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ 4 പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ എന്ന 4 പ്രധാനമന്ത്രിമാരെ കുറിച്ച്. അപ്പോ തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചലഞ്ചർ ആപ്പിലെ ഇന്നത്തെ ക്ലാസ്സിൽ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പ്രധാനമന്ത്രിമാർ എന്ന ആ ടോപ്പിക്കിൻ്റെ തുടർ ക്ലാസ് ആണ്. നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രിമാർ എന്നത് 2 ക്ലാസ്സുകളിലായി, 2 വീഡിയോ ക്ലാസ്സുകളിലായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 4 പേരെക്കുറിച്ച്. ആരെക്കുറിച്ചൊക്കെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി രണ്ടാമത്തെ. ഈ 2 പേരെ കുറിച്ച് ആദ്യത്തെ ഒരു ക്ലാസ്സിലും രണ്ടാമത്തെ ക്ലാസ്സിലായിട്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും മൊറാർജി ദേശായിയെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, അത് കഴിഞ്ഞ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ. ഇതിനിടയ്ക്ക് ഒരാൾ കൂടി ഉണ്ടല്ലോ. അതാരാണ്? 1964 നമ്മുടെ 1964 നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്കറിയാം, ജവഹർലാൽ നെഹ്റു പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന് നിങ്ങൾക്കറിയാം. 64 അദ്ദേഹത്തിന്റെ മരണശേഷം ഒരാള് ആക്ടിംഗ് പ്രധാനമന്ത്രിയായി വന്നു, ഗുൽസാരിലാൽ നന്ദ. നിങ്ങൾക്കറിയാം, അതായത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്ന ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി വരുന്നു. വളരെ കുറച്ച് പീരീഡിൽ 64 തന്നെ ശരിക്കുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരമേൽക്കുകയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം നിർഭാഗ്യവശാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും പദവിയിലിരിക്കെ തന്നെ മരണമടയുകയാണ്. നിങ്ങൾക്കറിയാം, 1966 ജാനുവരി 10 താഷ്കന്റ് കരാറൊക്കെ ഒപ്പുവെച്ചതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം വിദേശത്ത് വെച്ച് തന്നെ, താഷ്കന്റിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. 1966 ജാനുവരി 11. അപ്പോൾ വീണ്ടും നമ്മുടെ ഗുൽസാരിലാൽ നന്ദ തന്നെ വീണ്ടും ആക്ടിംഗ് പ്രധാനമന്ത്രിയായി വന്നു. ഞാൻ അതിന്റെ ഒരു നാൾ വഴി പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാകണം കേട്ടോ. ജവഹർലാൽ നെഹ്റു, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി ഗുൽസാരിലാൽ നന്ദ വന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെ പ്രധാനമന്ത്രിയായി വരുന്നു. അദ്ദേഹവും പദവിയിലിരിക്കെ മരണപ്പെട്ടു. വീണ്ടും ഗുൽസാരിലാൽ നന്ദ ഒന്നുകൂടി ആക്ടിംഗ് പ്രധാനമന്ത്രിയായി വരികയാണ്. അതിനുശേഷം ആണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി വരുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ പിന്നീട് മൊറാർജി ദേശായി. അതുവരെ നമ്മൾ പഠിച്ചു തീർത്തു 2 ക്ലാസ്സുകളിലായി. സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 പ്രധാനമന്ത്രി. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെയാണ് ചരൺ സിംഗ്, രാജീവ് ഗാന്ധി,
VP സിംഗ്, ചന്ദ്രശേഖർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമന്ത്രിമാര് ഒന്ന് ഓർത്തോളൂ. ആരൊക്കെയാണ്? ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ എന്ന് പറയുന്ന 4 പ്രധാനമന്ത്രിമാരെ കുറിച്ച് ഒരുപാടൊന്നുമില്ല. നമ്മൾ ആദ്യം പഠിച്ച പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയോ ഇന്ദിരാഗാന്ധിയെ പോലെയോ ഒക്കെ ഉള്ള ദീർഘമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് 4 പ്രധാനമന്ത്രിമാർ ചേർത്ത് ഒറ്റ ക്ലാസ് ആക്കി മാറ്റിയത്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഉള്ള പോയിന്റുകൾ പ്രസക്തം ആണ്. നിങ്ങളത് നന്നായി തന്നെ മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ചരൺ സിംഗിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറയാൻ പോകുന്നത് ചരൺ സിംഗ്. എന്നാണ് ചരൺ സിംഗ് ജനിച്ചത്? 1902 ഡിസംബർ മാസം 23-ാം തീയതി. 1902 ഡിസംബർ മാസം 23-ാം തീയതിയാണ് ചരൺ സിംഗ് ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഡിസംബർ 23 വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസംബർ 23 ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. അതെന്ത് ദേശീയ ദിനമായി നമ്മൾ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദേശീയ കർഷക ദിനമാണ്. നാഷണൽ ഫാമേഴ്സ് ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 23. അപ്പൊ പരീക്ഷയ്ക്ക് പല രീതിയിൽ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ 23. പിന്നീട് ചോദിക്കും ദേശീയ കർഷക ദിനം ആരുടെ ജന്മദിനമാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ഇനി ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം ചോദിച്ചത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിലെ കർഷക ദിനം എന്നാണ്? അത് ചിങ്ങം 1-ാം തീയതിയാണ്. നിസാരമെന്ന് തോന്നാം. കഴിഞ്ഞ ഒരു ചോദ്യ പേപ്പറിലും ആ ചോദ്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ കർഷക ദിനം എന്ന്. അത് ചിങ്ങം 1-ആണ്. ചിങ്ങം 1-ആണ് കേരളത്തിലെ കർഷക ദിനം. അതുകൂടി ഇതിന്റെ ഒരു അനുബന്ധ ചോദ്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചോളുക. അപ്പൊ 1902 ഡിസംബർ 23-നാണ് ചരൺ സിംഗിന്റെ ജന്മദിനം. ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇനി ചരൺ സിംഗിനെ കുറിച്ച് പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തി ആര്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് ഷോർട്ടസ്റ്റ് ടേം. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചരൺ സിംഗ് ആണ്. കൃത്യമായിട്ട് ആ കാലാവധി കൂടി ഞാൻ പറയാം. 1979 ജൂലൈ 28 മുതൽ 1980 ജാനുവരി 14. നോക്കൂ, 79 ജൂലൈ മുതൽ 80 ജാനുവരി 14 വരെയാണ് ശരിക്ക് ചരൺ സിംഗിന്റെ കാലം. ഏത്? പ്രധാനമന്ത്രി എന്ന പദവിയിൽ ചരൺ സിംഗ് ഇരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 5 മാസത്തോളം കാലം മാത്രമേ ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ചരൺ സിംഗ് ആണ്. 1977 ജനതാ ഗവൺമെന്റിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. നിങ്ങൾക്കറിയാം, ചരൺ സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് മിനിസ്റ്ററിയായ ജനതാ ഗവൺമെന്റില് മൊറാർജി ദേശായിയുടെ പ്രധാനമന്ത്രി പദത്തിന് കീഴില് ഉപപ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആര്? ചരൺ സിംഗ്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആ പദത്തിൽ നിന്ന് രാജിവെച്ചപ്പോഴാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. അപ്പൊ 1977 ജനതാ ഗവൺമെന്റിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിൽ 2 ഉപപ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ചരൺ സിംഗും ജഗജ്ജീവൻ റാമും ഉണ്ടായിരുന്നു. ഓർത്തോളണേ. ഇനി നോക്കൂ, പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാത്ത ഏക പ്രധാനമന്ത്രി. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാത്ത ഏക പ്രധാനമന്ത്രി ആര്? ചരൺ സിംഗ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? 2 പാർലമെന്റ് സമ്മേളനങ്ങൾ തമ്മിലുള്ള കാലയളവ് എത്രയാണെന്ന് നമ്മൾ മുമ്പ് പാർലമെന്റ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. 6 മാസം അല്ലെ? 2 പാർലമെന്റ് സമ്മേളനങ്ങൾ തമ്മിലുള്ള കാലാവധി എത്രയെന്ന് വെച്ചാൽ 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്നാണ് അതിന്റെ ഉത്തരം. അപ്പോൾ ഒരു സമ്മേളനം നടന്നാൽ ഏതാണ്ട് ഒരു 6 മാസമൊക്കെ ആവുമ്പോഴാണ് അടുത്ത സമ്മേളനം കൂടുന്നത്. ഇദ്ദേഹം 5 മാസം കഷ്ടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോഴ് ഒരു പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോഴാണ് പ്രധാനമന്ത്രിയായത്. അടുത്ത പാർലമെന്റ് സമ്മേളനം ആകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദവി നഷ്ടപ്പെട്ടു. അപ്പോ ഇദ്ദേഹം പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാത്ത ഇന്ത്യയിലെ ഏക പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ചരൺ സിംഗ് എന്ന് പറയുക. ഇനി നോക്കൂ,
കൂട്ടുകക്ഷി മന്ത്രിസഭ, കോയിലേഷൻ ഗവൺമെന്റ് എന്ന് പറയും. കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? വിവിധ കക്ഷികളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു ഭരണ സംവിധാനം. ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും വിവിധ കക്ഷികൾ കൂടിച്ചേർന്നാണ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. എന്നാൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ജവഹർലാൽ നെഹ്റു മുതല് ഇങ്ങോട്ടേക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ കോൺഗ്രസ് മിനിസ്റ്ററി ഉള്ളപ്പോഴൊക്കെ ഏകകക്ഷി ഭരണമായിരുന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 77 നിങ്ങൾക്കറിയാം കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. 77 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പരാജയപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം. അതിനുശേഷമാണ് ഇന്ത്യയിലെ 77 ആദ്യത്തെ നോൺ കോൺഗ്രസ് മിനിസ്റ്ററി അധികാരത്തിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭയായ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നു. അതിന്റെ തലവനാരായിരുന്നു? അത് ആരാണ്? നമ്മുടെ മൊറാർജി ദേശായി. അവിടെ നോക്കൂ, അവിടെയും ഒരു കക്ഷി തന്നെയാണ്. അപ്പൊ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭയും ഒറ്റക്കക്ഷിയായിട്ട് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് ജനതാ പാർട്ടിയിൽ വളരെ അന്തഛിദ്രം ഉണ്ടായി, ശിഥിലമായി, അങ്ങനെ വിവിധ കക്ഷികളായിട്ട് മാറി. അങ്ങനെ വിവിധ കക്ഷികളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യമായിട്ടൊരു മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയപ്പോൾ അതിന്റെ തലവൻ ആരായിരുന്നു എന്ന് വെച്ചാൽ അത് നമ്മുടെ ചരൺ സിംഗ് ആയിരുന്നു. കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ജന്മദിനം ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ കർഷക ദിനമാണ്. ഡിസംബർ 23 ചരൺ സിംഗിന്റെ ജന്മദിനം. ഇനി നിങ്ങൾ ഓർക്കണം, ചരൺ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? നോക്കൂ, അത് അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. കാരണം കർഷക ദിനമല്ലേ അദ്ദേഹത്തിന്റെ ജന്മദിനം. അപ്പൊ ഇത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കിസാൻഘട്ട് ആണ്. അപ്പൊ നമ്മുടെ ചരൺ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കിസാൻഘട്ട്. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ 2 ക്ലാസ്സുകളിലായി പഠിച്ച പ്രധാനമന്ത്രിമാര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും കൂടി ഈ അവസരത്തിൽ നിങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്നത് ശാന്തിവനം, ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത് ശക്തിസ്ഥൽ, മൊറാർജി ദേശായി അന്ത്യവിശ്രമം കൊള്ളുന്നത് അഭയഘട്ട്, ചരൺ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കിസാൻഘട്ട്. മറക്കരുത്. ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരുടെ എല്ലാവരുടെയും പഠിക്കണ്ട, പക്ഷെ ഇതുവരെ പറഞ്ഞ പ്രധാനമന്ത്രിമാരുടെ എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ അടുത്ത കാലത്തൊരു പരീക്ഷയുടെ ചോദ്യ പേപ്പറിലും ആ ചോദ്യം ഇടം പിടിച്ചു. ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത്? ശാന്തിവനം. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ, മൊറാർജി ദേശായി അഭയഘട്ട്, ചരൺ സിംഗ് കിസാൻഘട്ട്. അപ്പൊ ഇനി നമുക്ക് അത്യാവശ്യമുള്ള ഇതേപോലെയുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ അതാത് പ്രധാനമന്ത്രിമാർ പഠിക്കുമ്പോൾ അത്യാവശ്യമാണെങ്കിൽ അതുകൂടി നമുക്ക് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. അപ്പം ചരൺ സിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ ഓർത്തോളുക. ചരൺ സിംഗ് മരണപ്പെടുന്നത് 1987 മെയ് മാസം 29 നോക്കൂ, ചരൺ സിംഗിന്റെ പേരിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ. അതുകൂടി നിങ്ങൾ അത് എവിടെയാണെന്ന് കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. ചരൺ സിംഗിന്റെ പൂർണ്ണമായ പേരതാണ്. ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ശരിക്കും ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ വേണമെങ്കിൽ ഇതിനോടൊപ്പം ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. എന്താണ് ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ എവിടെയാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിതിൽ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടി നിങ്ങളൊന്ന് കുറിച്ചെടുത്ത് പഠിക്കുക. ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് എന്ന് ഓർക്കുക. അപ്പോ നമ്മുടെ ചരൺ സിംഗിനെ കുറിച്ച് അത്യാവശ്യം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ കുറിച്ചുകൂടി നമ്മൾ വളരെ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നോക്കൂ, രാജീവ് ഗാന്ധി എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ 1944 ഓഗസ്റ്റ് മാസം 20 1944
44 ഓഗസ്റ്റ് മാസം 20 സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആണ് അദ്ദേഹം ജനിച്ചത്, അല്ലെ? ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് അദ്ദേഹം ജനിച്ചത്. 1944 ഓഗസ്റ്റ് മാസം 20 ഇവിടെ അദ്ദേഹത്തിന്റെ ജന്മദിനം വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം അപ്പോഴും ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 എന്തു ദേശീയ ദിനമായി നമ്മൾ ആചരിക്കുന്നു? ദേശീയ സദ്ഭാവനാ ദിനം, നാഷണൽ സദ്ഭാവനാ ദിനം. നോക്കൂ, ദേശീയ സദ്ഭാവനാ ദിനമായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തെ ആചരിക്കുന്നത്. ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ വളരെ വളരെ വ്യക്തമായി പഠിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയില് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്, ഒരുപാട് ചോദ്യ പേപ്പറിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ ടെക്നോളജി, ഇന്ത്യൻ ടെക്നോളജിയുടെ IT-യുടെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാണ്. വിവര സാങ്കേതിക ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ്, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു, നവോദയ വിദ്യാലയങ്ങളുടെ പിതാവ്. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നവോദയ വിദ്യാലയങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയും ആര് തന്നെയാണ്? രാജീവ് ഗാന്ധിയാണ്. എന്താണ് ഈ ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ? സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ഭാരത സർക്കാർ പദ്ധതിയാണ് നവോദയ വിദ്യാലയം എന്ന സമ്പ്രദായം. അത് ശ്രദ്ധിക്കണം. നവോദയ വിദ്യാലയങ്ങളുടെ ഉദ്ദേശം എന്താണ്? സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭാരത സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. 1985 നവോദയ വിദ്യാലയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് വർഷമാണ് ഇന്ത്യയിലെ നവോദയ വിദ്യാലയങ്ങൾക്ക് തുടക്കം കുറിച്ചത്? 1985. ആരാണ് അതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധിയാണ്. കാരണം 1984 മുതൽ 89 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അദ്ദേഹമാണ് നവോദയ വിദ്യാലയങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നവോദയ വിദ്യാലയങ്ങൾക്ക് തുടക്കം കുറിച്ച്, അപ്പം നവോദയ വിദ്യാലയങ്ങളുടെ പിതാവ്, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ഒക്കെ ഇദ്ദേഹമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യവും കൂടി നിങ്ങൾ ഓർക്കണം. പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. ഇന്ത്യയില് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആ ചോദ്യം മറ്റു രീതിയിൽ ചോദിക്കാം, ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ സാർവത്രിക വോട്ടവകാശമൊക്കെ നിലവിൽ വന്നത് നിങ്ങൾക്കറിയാം 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ സാർവത്രിക വോട്ടവകാശവും നിലവിൽ വന്നു. അപ്പോഴും പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായപൂർത്തി 21 എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ഭേദഗതി നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പഠിക്കണം. ഇന്ത്യൻ പൗരന്റെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്നോ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ ഭരണഘടനാ ഭേദഗതി എന്നോ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 1989 61 ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ ഇന്ത്യൻ പൗരന്റെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭരണഘടനാ ഭേദഗതി 1989. ആരുടെ കാലത്താണ് ആ ഭേദഗതി നിയമം പാസാക്കിയത്? രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. അപ്പോൾ ഒരുപാട് പ്രസക്തമായ ചോദ്യങ്ങൾ രാജീവ് ഗാന്ധിയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാം.
ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി, പ്രായം കൂടിയത് മൊറാർജി ദേശായി, നിങ്ങൾക്കറിയാം. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവെന്നറിയപ്പെടുന്നു, നവോദയ വിദ്യാലയങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നു, പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് നമ്മൾ വിളിക്കുന്നത്, ഓഗസ്റ്റ് 20 നമ്മൾ വിളിക്കുന്നത് ദേശീയ സദ്ഭാവനാ ദിനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നോക്കൂ, രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ദേശീയ സദ്ഭാവനാ ദിനമാണ് എന്നറിയാം. ഇനി അദ്ദേഹത്തിന്റെ ചരമദിനം, അദ്ദേഹം കൊല്ലപ്പെട്ട ദിനം ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതായത് ആന്റി ടെററിസം ഡേ എന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ചരമദിനം. നിങ്ങൾക്കറിയാം, 1991 മെയ് മാസം 21 അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പഴുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് LTT തീവ്രവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം മെയ് 21 ആയതുകൊണ്ട് ആ മെയ് 21 നമ്മൾ ആന്റി ടെററിസം ഡേ അഥവാ ഭീകര പ്രവർത്തന വിരുദ്ധ ദിനം. ഓഗസ്റ്റ് 20 അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ എന്താട്ടാ ആഘോഷിച്ചത്? അത് സദ്ഭാവനാ ദിനം. സദ്ഭാവനാ ദിനം ഓർക്കണം. ഈ ദിനങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം അഥവാ നാഷണൽ റീഡെഡിക്കേഷൻ ദിനമായി നമ്മൾ ആചരിക്കുന്നു. നമ്മുടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിനമായ മെയ് 21 ഭീകര പ്രവർത്തന വിരുദ്ധ ദിനം അഥവാ ആന്റി ടെററിസം ഡേ ആയി നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ ഈ രണ്ടു പേരുടെ ജനന ദിവസവും ചരമദിനവും നിങ്ങൾ പ്രധാനപ്പെട്ട ചില 2 ഡേകളാണ്. അതുകൂടി ഓർമ്മിച്ചോളുക. 4 ചോദ്യങ്ങൾ കിട്ടും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കണോ? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനം. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം നാഷണൽ റീഡെഡിക്കേഷൻ ഡേ. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനം. ഇംഗ്ലീഷിലും സദ്ഭാവനാ ഡേ എന്ന് തന്നെയാണ് പറയുന്നത്. രാജീവ് ഗാന്ധിയുടെ കൊല്ലപ്പെട്ട ദിനം ഭീകര പ്രവർത്തന വിരുദ്ധ ദിനം മെയ് 21 ആന്റി ടെററിസം ഡേ ആയി നമ്മൾ ആചരിക്കുന്നു. ഇത്രയും വളരെ വ്യക്തമായി നിങ്ങൾ ഓർക്കണം. ഇനി രാജീവ് ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാം, കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത് എന്ന് ചോദിച്ചാൽ 10ാം ഷെഡ്യൂൾ. അതായത് 10ാം ഷെഡ്യൂൾ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട 10ാം ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1985 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. അപ്പോ നോക്കൂ, ഈ ഒറ്റ കാര്യത്തിൽ തന്നെ ചോദ്യം എത്ര രീതിയിൽ ചോദിക്കാം. ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നതെന്ന് 1985. കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 52ാം ഭേദഗതി 1985. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? 10ാം ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയിൽ 10ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 52ാം ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. നോക്കൂ സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യത്തിൽ തന്നെ എത്ര ഡയമെൻഷനിൽ നിന്നാണ് ആ ചോദ്യങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാം വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി തന്നെ അത് മനസ്സിലാക്കണം. അതെല്ലാം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അതുപോലൊരു ചോദ്യം എന്താ വരുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആര്? പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി രാജീവ് ഗാന്ധി തന്നെയാണ്.
പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി. ഇവിടെ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് 1977 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ട് ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അല്ലേ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി വന്നത് എന്നൊരു സംശയം പലർക്കും തോന്നാം. സുഹൃത്തുക്കളെ, ആ സംശയത്തിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം ഇന്ദിരാഗാന്ധി അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. രാജ്നാരായണനെതിരെ റായ്ബറേലിയിൽ പരാജയപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, പാർലമെന്റിലെ അംഗം പോലും ആയില്ല 77 തെരഞ്ഞെടുപ്പിൽ. പിന്നെ എങ്ങനെ പ്രതിപക്ഷ നേതാവും? അതുകൊണ്ട് ആ ചോദ്യം നിങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കണം. പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി രാജീവ് ഗാന്ധിയാണ്. എങ്കിലും ഞാൻ ഇതിനെ കണക്ട് ചെയ്തൊരു ചോദ്യം കൂടി പറയട്ടെ. ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിതയാരാണ് എന്ന് ചോദിച്ചാൽ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്ക്, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. രാജീവ് ഗാന്ധിയുടെ സഹധർമ്മിണിയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം സോണിയാഗാന്ധി. ലോകസഭയില് പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധി. രണ്ടാമത്തെ വനിത BJPയുടെ നേതാവായിരുന്ന അന്തരിച്ചുപോയ സുഷമ സ്വരാജ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ലോകസഭ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒന്ന് ഓർത്തോളുക. ഇതൊക്കെ നമ്മൾ സാന്ദർഭികമായിട്ട് വരുമ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ വ്യക്തമായി അതിങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി രാജീവ് ഗാന്ധി എന്ന് പഠിക്കുമ്പോൾ ഉടനെ ഓർമ്മിച്ചോളൂ, സോണിയാഗാന്ധി ആരായിരുന്നു? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിതയായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, രാജീവ് ഗാന്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കുന്നതുമാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് ഒഴിവാക്കി കളയരുത്. അടുത്തതും പ്രധാനപ്പെട്ടതാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? പറയാമോ? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തന്നെയാണ്. പക്ഷെ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് 1984. എന്നാൽ 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനമായി നാഷണൽ പാർക്കായിട്ട് ഉദ്ഘാടനം ചെയ്തത് അവരുടെ മകനായ രാജീവ് ഗാന്ധി തന്നെയാണ്. എന്താണ് ഈ സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ? അത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്, മണ്ണാക്കാട് താലൂക്കില് ആണ് ഉള്ള ഒരു വന മേഖലയാണ്. ഇവിടുത്തെ വനങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, സൈരന്ത്രി വനം എന്നാണ്. സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനപ്രദേശത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈരന്ത്രി വനം. നോക്കൂ, വളരെ പ്രശാന്ത സുന്ദരമായ ഒരു പ്രദേശമാണ് നമ്മൾ പറഞ്ഞ ഈ സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? അത് ഇന്ദിരാഗാന്ധിയാണ് 1984. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1985 സെപ്റ്റംബർ 7 മറക്കാതിരിക്കുക. അടുത്ത് നോക്കൂ, വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭോപ്പാൽ ദുരന്ത സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധി. സുഹൃത്തുക്കളെ, ഇന്നും നമ്മളൊരു ഞെട്ടലോടെ ഓർക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വ്യാവസായിക ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വളരെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വ്യാവസായിക ദുരന്തം നടന്നു 1984, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 2 എവിടെയാണ്? ഭോപ്പാൽ എവിടെയാണ്? മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ ഭോപ്പാലില് ഒരു വലിയ ദുരന്തം നടന്നു. യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്നും, നിങ്ങൾക്കറിയാം, വ്യാവസായിക ഭീമൻ കമ്പനിയായ ഒരു ഇന്റർനാഷണൽ കമ്പനി യൂണിയൻ കാർബൈഡ് എന്ന ആ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തു വന്ന വിഷവാതകം. ആ കമ്പനി എന്താ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാമോ? കീടനാശിനി നിർമ്മാണശാലയാണത്. കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ
യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് വിഷപ്പുക പുറത്തു വരികയും ഒരുപാട് പേരത് ശ്വസിച്ച് മരണപ്പെടുകയും ചെയ്ത, നമ്മൾ ഇന്നും ഞെട്ടലോടെ ഓർക്കുന്ന ഒരു വ്യാവസായിക ദുരന്തമായിരുന്നു ഏതാണ് ഭോപ്പാൽ ദുരന്തം. 1984 ഡിസംബർ 2 ഇത് പുറം ലോകം അറിഞ്ഞത്. ഇങ്ങനെ ആൾക്കാർ ഈ വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ട വിവരം. അപ്പം വിഷവാതകം ഇങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിച്ച് ആ മേഖലയിലുള്ള പല ആൾക്കാർക്കും മരണം സംഭവിച്ചു, തീരാവ്യാധികൾ പിടിപെട്ടു. അങ്ങനെ ഒരു വലിയ ദുരന്തമാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായി മാറി ഏത് ഭോപ്പാൽ ദുരന്തം, മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷെ നോക്കൂ, ആ ഭോപ്പാൽ ദുരന്ത സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, അത് രാജീവ് ഗാന്ധി ആയിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്താണ് ജവഹർ റോസ്ഗാർ യോജന എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ജവഹർ റോസ്ഗാർ യോജന പദ്ധതി. 1989 ജവഹർ റോസ്ഗാർ യോജന പദ്ധതിക്ക് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടക്കം കുറിച്ചത്. സുഹൃത്തുക്കളെ, അപ്പോഴും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ, എന്താണ് ഈ ജവഹർ റോസ്ഗാർ യോജന? ഇതൊരു തൊഴിലുറപ്പ് പദ്ധതിയാണ്, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്, ഒരു തൊഴിലുറപ്പ് പദ്ധതി. 1989 ഏപ്രിൽ മാസം 1 ഈ പദ്ധതി ആരംഭിക്കുന്നത്. രാജീവ് ഗാന്ധിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. ജവഹർ റോസ്ഗാർ യോജന പദ്ധതി ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി എന്ന് 1989 ഏപ്രിൽ 1 ഇതെന്ത് പദ്ധതി? ഇതൊരു തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇങ്ങനൊരു പദ്ധതി ആരംഭിച്ചത്? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു തൊഴിലുറപ്പ് പദ്ധതി ഏത്? ജവഹർ റോസ്ഗാർ യോജന പദ്ധതി എന്ന് പറഞ്ഞാല് എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതി. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ്. അതായത് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന BPLകാരായ വിഭാഗത്തിൽ ഉള്ള കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ജവഹർ റോസ്ഗാർ യോജന പദ്ധതി. അതുകൂടി നിങ്ങൾ ഓർക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമായിരുന്നു അത്. 1991 മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. ശ്രീ പെരുമ്പത്തൂർ, തമിഴ്നാട്. 1991 മെയ് 21 ഇദ്ദേഹം മരണപ്പെട്ടത്. ആ ദിനം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആന്റി ടെററിസം ഡേ, അല്ലെങ്കിൽ ഭീകരവിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് മെയ് 21. ഈ 21 അദ്ദേഹത്തിന്റെ 1991 അദ്ദേഹത്തിന്റെ മരണശേഷം 91 തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷമാണെങ്കിലും 91 തന്നെയാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. ഭാരതരത്നം ലഭിച്ച കുറെ പ്രധാനമന്ത്രിമാരുണ്ട്. അത് പ്രധാനമന്ത്രിമാരുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അതുകൂടി പറയാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇനി നോക്കൂ, അത് ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് അവാർഡ്, കായിക മേഖലയിലെ പരമോന്നതമായ പുരസ്കാരത്തിന്റെ പേരെന്താണ്? ഇന്ന് ആ പുരസ്കാരം അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ് ഖേൽ രത്ന എന്നായിരുന്നു. പക്ഷെ അത് ആരംഭിച്ചത് 1992 1992 ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നതമായ കായിക അവാർഡിന്റെ പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നായിരുന്നു. ഇപ്പോഴതിന്റെ പുതിയ പേര് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇപ്പോൾ അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ് ഖേൽ രത്ന. ആരാണ് ധ്യാൻ ചന്ദ്? നിങ്ങൾക്കറിയാം, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന, അല്ലെ, ഹോക്കി മേഖലയിൽ വലിയ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് ധ്യാൻ ചന്ദ്. ധ്യാൻ ചന്ദിന്റെ പേരിലാണ് ഇന്ന് ഖേൽ രത്ന. അതായത് ശരിക്കും ഇത് 2021 ഇങ്ങനെ പുനർനാമകരണം ചെയ്തത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്ന പേര് മാറ്റിയിട്ട് ധ്യാൻ ചന്ദ് ഖേൽ രത്ന. അപ്പൊ പരീക്ഷയ്ക്ക് ഇവിടെയൊക്കെ എങ്ങനെ വേണമെന്ന് ചോദിക്കാം. അതായത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഓർമ്മിച്ചോളുക. ഇന്ത്യയില് കായിക രംഗത്തെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം ഏത്? ധ്യാൻ ചന്ദ് ഖേൽ രത്ന. ധ്യാൻ ചന്ദ് ഖേൽ രത്നയുടെ പഴയ പേരെന്താണ്?
രാജീവ് ഗാന്ധി ഖേൽ രത്ന. രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നാണ് നിലവിൽ വന്നത്, എന്നു മുതലാണ് 1992. അത് എന്നാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന ആയിട്ട് മാറിയത്? 2021. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചോളുക. ഇനി നോക്കൂ, രാജീവ് ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ വീർഭൂമിയാണ്. അപ്പോൾ കുറച്ച് പേരുടെ റെസ്റ്റിംഗ് പ്ലേസ് നമ്മൾ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി ഇതുവരെ പറഞ്ഞത് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ശാന്തിവനം, ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥല്, മൊറാർജി ദേശായി അഭയഘട്ട്, ചരൺ സിംഗ് കിസാൻഘട്ട്, രാജീവ് ഗാന്ധി വീർഭൂമി. ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഈ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ വിവിധ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരുടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വയ്ക്കണം, മനസ്സിലൊരു ലിസ്റ്റാക്കി അത് മാറ്റി വയ്ക്കണം. അപ്പൊ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സുഹൃത്തുക്കളെ, ഇനി VP സിംഗ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് VP സിംഗിനെ കുറിച്ചാണ്. VP സിംഗിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. 1931 ജൂൺ മാസം 25 അലഹബാദിലാണ്, ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് VP സിംഗ് ജനിച്ചത്. 1931 ജൂൺ 25 UPയിലെ അലഹബാദിലാണ് VP സിംഗ് ജനിച്ചത്. നിങ്ങൾക്കറിയാം, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോൺ കോൺഫിഡൻസ് മോഷനെ തുടർന്ന് അല്ലെങ്കിൽ പാർലമെന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ VP സിംഗ് ആണ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന പ്രധാനമന്ത്രിമാര് മൊത്തത്തിൽ 3 പേരുണ്ട്. VP സിംഗ്, അതുപോലെ തന്നെ അടുത്ത ആരാണ് നിങ്ങൾക്കറിയാം, VP സിംഗ്, HD ദേവഗൌഡ, അതുപോലെ തന്നെ വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. ഇങ്ങനെ 3 പേര് രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം പാസാക്കി അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ VP സിംഗ് ആണ് എന്ന് ഓർത്തുകൊള്ളുക. ഇനി നോക്കൂ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. സുഹൃത്തുക്കളെ, അതൊരു വലിയ വിപ്ലവമായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങളും കൂടെ ഓർമ്മിച്ചോളുക. നമ്മൾ ദേശീയ പിന്നാക്ക കമ്മീഷൻ പഠിക്കുമ്പോൾ ഞാനത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് വിശദമായി പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇന്ത്യയിലെ 2ാമത്തെ പിന്നാക്ക കമ്മീഷനാണ്. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട 2ാമത്തെ പിന്നാക്ക കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പിന്നാക്ക കമ്മീഷൻ ഏതായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി നിയമിക്കപ്പെട്ട 1ാം പിന്നാക്ക കമ്മീഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഗാ കാലേൽക്കർ കമ്മീഷൻ. 1953 ജാനുവരി 29 ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട കാഗാ കാലേൽക്കർ കമ്മീഷനാണ്. ഇതെന്തിനാണെന്നറിയാമോ? ഈ പിന്നാക്ക വിഭാഗക്കാരുടെ, OBC വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്മീഷനാണ് കാഗാ കാലേൽക്കർ കമ്മീഷൻ. 1953 ആ കമ്മീഷൻ നിലവിൽ വരുന്നത്. എന്നാൽ 1979 മണ്ഡൽ കമ്മീഷൻ നിയമിക്കുന്നത്. അത് VP സിംഗിന്റെ കാലത്തല്ല, 1979 മൊറാർജി ദേശായിയുടെ കാലത്താണ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഇന്ത്യയിലെ 2ാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. 1979 മണ്ഡൽ കമ്മീഷൻ നിലവിൽ വരുന്നു. 1980 അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ മൊറാർജി ദേശായിയുടെ മന്ത്രിസഭ താഴെ പോരുന്നു. പല പ്രധാനമന്ത്രിമാർ പിന്നെ വരുന്നു. പക്ഷെ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാൻ ആരും ധൈര്യം കാണിച്ചില്ല. കാരണം ഇത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നാക്ക വിഭാഗക്കാർക്ക് 27% സംവരണം നിർദ്ദേശിക്കുന്നതാണ് മണ്ഡൽ കമ്മീഷൻ. അതായത് നമ്മുടെ പിന്നാക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർ, പിന്നാക്ക വിഭാഗക്കാർക്ക് ഈ തൊഴിലിലും മറ്റുമൊക്കെ 77% സംവരണം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് മണ്ഡൽ കമ്മീഷൻ കൊടുത്തത്.
മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP മണ്ഡലിന്റെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബിന്ദേശ്വരി പ്രസാദ് എന്ന് പറയുന്നത് നമ്മുടെ ബീഹാറിലൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ആ ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലിന്റെ അധ്യക്ഷതയിൽ വന്ന കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. 1979 നിലവിൽ വന്നു. ഇന്ത്യയിലെ 2ാം പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. അത് ശുപാർശ സമർപ്പിച്ചത് 1980 പക്ഷെ ഇത് പല പ്രധാനമന്ത്രിമാരുടെ കാലം കഴിഞ്ഞ് 1990 ആയപ്പോ ആരുടെ അടുക്കൽ എത്തിച്ചേർന്നു? ഇത് VP സിംഗിന്റെ അടുക്കലാണ് ഇത് വന്നത്. VP സിംഗ് ധൈര്യസമേതം ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കുക മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തു. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു. രാജ്യത്ത് പല സംഘടനകള്, വിദ്യാർത്ഥികള് ഒക്കെ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭം നടന്നു. മണ്ഡൽ റിപ്പോർട്ടിനെതിരെ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് VP സിംഗ് 1990 ഓഗസ്റ്റ് 7 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി. വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം പോലും നഷ്ടപ്പെടാൻ കാരണമായതിലെ പ്രധാന ഒരു കാരണം ഇതാണ്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അദ്ദേഹം ധൈര്യസമേതം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി. വിശ്വനാഥ് പ്രതാപ് സിംഗ്, ആ പേരിലുള്ള പ്രതാപം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ആരും അദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റിയ ആളായിരുന്നില്ല. അത് രാജകുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശ്വനാഥ് പ്രതാപ് സിംഗ് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ. അതുപോലെ ഓർക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ തൂക്ക് മന്ത്രിസഭയുടെ തലവനാണ്. അവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് ഈ ഹാങ്ങിങ് മിനിസ്റ്ററി അല്ലെങ്കിൽ ഹാങ്ങിങ് പാർലമെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് തൂക്ക് മന്ത്രിസഭ? എന്താണ് തൂക്ക് മന്ത്രിസഭ എന്ന് പറയുന്നത്? തൂക്ക് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി പോവുക. സാധാരണ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാലോ നിങ്ങൾക്ക്? ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടിയ കക്ഷിയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സീറ്റുകളുടെ 50% കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടുവരുന്ന കക്ഷിയാണ് കേവല ഭൂരിപക്ഷം നേടിയ കക്ഷി. ഇപ്പം കേരളത്തിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, 140 സീറ്റുണ്ട്. അതിന്റെ പകുതി 70 നിങ്ങൾക്കറിയാം. അപ്പൊ 71 സീറ്റെങ്കിലും നേടിയാൽ മാത്രമേ നേടുന്ന കക്ഷിക്ക് മാത്രമേ ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് മന്ത്രിസഭ സാധാരണ രൂപീകരിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറെ കക്ഷികൾ മത്സരിച്ചു, ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു മാർഗമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കക്ഷി, കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കക്ഷി എന്ത് ചെയ്യുന്നറിയാമോ? ജയിച്ചു വന്ന സ്വതന്ത്രന്മാരെയും മറ്റ് ചെറിയ തുകട പാർട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ജയിച്ചു വന്നത്, അവരെല്ലാം കൂടെ ചേർത്ത് തട്ടിക്കൂട്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കും. അതിന്റെ പേരാണ് തൂക്ക് മന്ത്രിസഭ. അത് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. എന്താണ് ഈ തൂക്ക് മന്ത്രിസഭ? അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. എന്താണ് തൂക്ക് മന്ത്രി? വേണമെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. തൂക്ക് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് കേവല ഭൂരിപക്ഷം നിർബന്ധമാണ്. കേവല ഭൂരിപക്ഷം നേടുന്ന ഒരു കക്ഷിക്ക് മാത്രമേ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തം സീറ്റുകളുടെ പകുതി കൂടുതൽ, അതാണ് കേവല ഭൂരിപക്ഷം. എന്നാൽ ചില തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കക്ഷികൾ, കേവല ഭൂരിപക്ഷം അല്ല, ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കക്ഷി പാർട്ടി മറ്റ് സ്വതന്ത്രന്മാരെയും ചെറിയ പാർട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാറുണ്ട്. അതിന്റെ പേരാണ് തൂക്ക് മന്ത്രിസഭ. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു തൂക്ക് മന്ത്രിസഭ വന്നു. അതിന്റെ തലവൻ VP സിംഗ് ആണ്. ഇനി VP സിംഗ് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ജനമോർച്ച പാർട്ടി. VP സിംഗിന്റെ രാഷ്ട്രീയ പാർട്ടി പരീക്ഷ ചോദിക്കാം, ജനമോർച്ച. VP സിംഗിന്റെ ആത്മകഥ കൂടി ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നന്നാണ്. എന്താണ്? മൻസിൽ സേ സ്വാദാ സഫർ,
മൻസിൽ സേ സ്വാദാ സഫർ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ജനമോർച്ച. സുഹൃത്തുക്കളെ, ഇനി ഒരാളെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് ചന്ദ്രശേഖറാണ്. ചന്ദ്രശേഖർ 1927 ജൂലൈ 1-ാം തീയതിയാണ് UP-യിൽ അദ്ദേഹത്തിന്റെ ജനനം. ഉത്തർപ്രദേശിലാണ്. നോക്കൂ, യുവ തുർക്കി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യുവ തുർക്കി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ആ ഒറ്റ ചോദ്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ചന്ദ്രശേഖരനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല PSC, എങ്കിലും ഇത് പ്രധാനപ്പെട്ടാണ്. യുവ തുർക്കി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ ആത്മകഥ മേരി ജയിൽ ഡയറി എന്നാണ്. മേരി ജയിൽ ഡയറി എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓർക്കണം, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21 വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത്. 2007 ജൂലൈ 8-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇല്ല. അപ്പൊ ഈ 2-3 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട. ഇനി ഒരു ചോദ്യം കൂടി നിങ്ങൾ ഓർക്കുക. അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഏക്താ സ്ഥലിലാണ് ചന്ദ്രശേഖർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരു പ്രധാന ചോദ്യം കൂടി നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. ചുവന്ന കോട്ടയിൽ, റെഡ് ഫോർട്ടിൽ, ചുവന്ന കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ കഴിയാത്ത പ്രധാനമന്ത്രി ആര്? അതാരാണ്? അത് ചന്ദ്രശേഖറാണ്. എന്തുകൊണ്ട് ചുവന്ന കോട്ടയിൽ അദ്ദേഹത്തിന് ദേശീയ പതാക ഉയർത്താൻ കഴിയാത്തത്? പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിനത്തിനല്ലേ, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനല്ലേ? നിങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചോളുക. 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21. ഇതിനിടയിൽ സ്വാതന്ത്ര്യ ദിനം വരുന്നില്ല അല്ലെ? സ്വാതന്ത്ര്യ ദിനം വന്നാലല്ലേ റെഡ് ഫോർട്ടിൽ പതാക ഉയർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇന്ത്യയില് ചുവന്ന കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ കഴിയാത്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖറാണ്. സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 4 പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ പ്രധാനമന്ത്രിമാരെ കുറിച്ചുള്ള ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, വളരെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത പ്രധാനമന്ത്രിമാരുടെ പാർട്ട് 4 ക്ലാസ് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.